ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇഫ്താറിൻ്റെ സമയത്തായാലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റിയ മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം മൈദ വെച്ചിട്ടുള്ള മോമോസിൻ്റെ റെസിപ്പി ഓൾറെഡി ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മോമോസിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സോസും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ വേണം ഇതിനെ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോവേണ്ട കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഓയിലൊന്നും ഫ്രൈ ആക്കാത്തില്ല, സ്റ്റീം ചെയ്തിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയാലും ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ മൈദ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ അരച്ചതിലേക്ക് ഒരു വലിയ ഉള്ളി, കുറച്ച് മല്ലിയില, വലിയൊരു പീസ് ക്യാരറ്റ്, ഒരു കപ്പോളം കേബേജ്, ഇത്ര ഐറ്റംസ് ഒന്ന് ചോപ്പ് ചെയ്തതാണ്. നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മസാല ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു പച്ചയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് എരിവുണ്ടായിക്കോട്ടെ, അതാണ് കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും, വെജീസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണുന്നവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് മാവിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മോമോസ് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം, കിഴി രൂപത്തിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം നമുക്ക് മുഴുവനായിട്ടുണ്ട്, ഒരു സൈഡ് മുഴുവനായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഞെറിഞ്ഞിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടല്ലോ, ഈ രീതിയിലാക്കി കൊടുക്കാം. ഇനി ആ ഒരു മറ്റേ ഭാഗത്ത് പ്ലേറ്റ് ഇല്ലാത്ത നിറയില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, അതും ആ ഒരു ഞെറിഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതൊരു രൂപത്തിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ രൂപത്തിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ക്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഓയിലിൽ ഫ്രൈ ആക്കാത്തല്ലേ, ഓയിലിൽ ഫ്രൈ ആക്കുന്നത് ആയിരിക്കും നമുക്ക് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ കുടിക്കുന്നില്ല ടെൻഷൻ. ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ക്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, മെയിൻ ആക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് കിട്ടിക്കോളും. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, അപ്പോൾ ഞാൻ മൈദയുടെ മോമോസ് റെഡിയാക്കി എടുത്തപ്പോൾ അതിൽ വേറൊരു മെത്തേഡിലും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് വലിയ ചപ്പാത്തി പോലെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കൂടുതൽ എണ്ണം ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയും കൂടെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇഡ്ഡലിയുടെ കുക്കറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിക്കനും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു നല്ല നനവുള്ള പോലെ ഉണ്ടാവും കേട്ടോ. അത് കാര്യമാക്കണ്ട. കുറച്ച് നമുക്ക് പുറത്തേക്ക് മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഡ്രൈ ആയിട്ട് മാറും. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാം. 3 മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം തിളച്ച് വരുമ്പോഴേക്കും കണ്ടല്ലോ, ആ ഒരു തക്കാളിയുടെ പീലൊക്കെ ഒന്നിങ്ങനെ റിമൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റ് ടൈം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ട് ചൂടാറി കഴിഞ്ഞിട്ട്
ഇതിൻ്റെ തക്കാളിയുടെ ആ ഒരു പീലൊക്കെ ഒഴിവാക്കിയിട്ട് ആ തോലൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു വറ്റൽമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വറ്റൽമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കൂടുതൽ എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് 4 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചില മുളകിന് നല്ല എരിവുണ്ടാവും, അപ്പം നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും മുളകും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു ഓയിലിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം കേട്ടോ വെളുത്തുള്ളി അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ആ ഓയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ആ ഒരു ഓയിലിൽ കിടന്നിട്ട് വെളുത്തുള്ളി നല്ല മൂത്തിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പീസ് ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റും ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണോളം സോയാ സോസ്, 1/2 ടീസ്പൂണ് സുർക്കയില്ലേ വിനീഗർ അത്, പിന്നെ 1 ടീസ്പൂണോളം പഞ്ചസാര, പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് കുറുകി വരാൻ തുടങ്ങും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി 2K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ഇത്രയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ഓരോ വീഡിയോസിലും ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മാത്രമേ നമ്മളെ ഈ ചാനൽ നമുക്ക് ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അവരോട് വേണ്ടിയിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക്